സംഭവം വേറെ ലെവല്. പണി വെച്ചിട്ടുണ്ട് നന്നായി. വെങ്കട് പ്രഭുവിന്റെ പണ്ണലായിരുന്നു. എങ്ങനെയുണ്ട്? വേറൊന്നുമില്ല. എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ആയില്ല. പക്ഷെ അവരെ ക്രൂ പറഞ്ഞ വിജയെ കാണാത്തൊരു വിജയനാണ് ഇതിൽ കാണാൻ പോകുന്നതൊക്കെ പറഞ്ഞു. ബ്രോ എങ്ങനെയുണ്ട്? ഗോട്ട് എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്തായിരുന്നോ? എങ്ങനെയുണ്ട്? സർപ്രൈസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാ കണ്ടപ്പോ ഒരു ഗൂസ് ബംസ് ഉണ്ടായോ? ബ്രോ എങ്ങനെയുണ്ട്? ഗോട്ട് പടംപൊളി ബ്രോ എങ്ങനെയാ? ഗോട്ട് എങ്ങനെയാ? എങ്ങനെ അണ്ണന്റെ ഒരു ഗോട്ട് പടം തന്നെ ആയിരിക്കും? ഗോട്ട് തന്നെ. വെങ്കട് പ്രഭു എന്തൊക്കെയാണ് പണി വെച്ചിരിക്കണേ ഇതില്? പാട്ടല്ല കഥ കൊള്ളാം. ഉള്ളിരുന്ന് കാണണം. ഇടയ്ക്ക് കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ജാസ്തി 5, 6, 7 വിജയ്. എവിടെ തിരിഞ്ഞാലും വിജയ്. പടം മാറിയ മാർവലായോ? പടം കൊള്ളാം. കിടില പടം. എങ്ങനെയുണ്ട്? നന്നായിട്ട് വന്നിട്ടുണ്ടോ? ഒന്നിനു പോലും നമുക്കൊരു വർത്തായിട്ട് രാവിലെ 4 മണിക്ക് കയറി കണ്ടതിനൊരു കണ്ടിറങ്ങിയപ്പോ എങ്ങനെയാണ്? ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തന്നെയാണോ വിജയണ്ണന്റെ ഒരു മൂവി? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? പടം ഇഷ്ടമായോ? എങ്ങനെയുണ്ട് മൂവി? കൊള്ളാം. ഈ 4 മണിക്കുള്ള ഷോയ്ക്ക് തന്നെ കാണാനുള്ള അണ്ണനെ കാണാനുള്ള ഒരു വെറുപ്പം. ഇത്രയും വർഷം ഫാൻസ് ആയിട്ടുള്ളത് കൊണ്ട് ചെറുത് മുതലേ ദളപതി ദർശനം എങ്ങനെയുണ്ട്? ദളപതി ആയിരുന്നു, ഇള ദളപതി ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുവരെ കാണാത്തൊരു വിജയനാണ് കാണാൻ പറ്റിയ. ഇതിന്റെ മൂവിയുടെ ക്രൂ പറഞ്ഞിരുന്നു ഇതുവരെ കാണാത്തൊരു വിജയനാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്. പിന്നെ 4 മണിക്ക് തന്നെ കയറാനുള്ളത് വിജയുടെ ഒരു ദർശനം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വിജയ് ഫാനാണ്. എങ്ങനെ ഇളയ ദളപതിയാണോ ദളപതിയാണോ സ്കോർ ചെയ്ത മൂവിയിൽ? പ്രഡിക്റ്റബിൾ ആയിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. പുള്ളിയുടെ ലാസ്റ്റ് മറ്റേ മാനാട് മങ്കാത്തയൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടമായില്ല. എന്ത് പറ്റി? എക്സ്പെക്ടേഷൻ കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് പറഞ്ഞോ ഇഷ്ടമായില്ല. അല്ല ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു? ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടെക്നിക്കൽ സൈഡൊക്കെ വെങ്കട് പ്രഭു കൊള്ളായിരുന്നു. പക്ഷെ അതിന്റെ അത്രയ്ക്കില്ല. പക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനും കൊടുക്കുന്ന കാശിനും വേസ്റ്റ് ആവില്ല. കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. വെറുതെ നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിന് കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഒരുപാട് നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷെ ഓക്കെ. നായികമാർക്കൊക്കെ എങ്ങനെ റോൾ ഉണ്ടായിരുന്നു? ഒരുപാട് സ്നേഹ, ലൈല എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ഓരോ റോൾ കറക്റ്റ്. അവരവരുടെ റോൾ എല്ലാവരും കറക്റ്റായിട്ട് കേട്ടുണ്ട്. എല്ലാം മാസ് സീൻസ് ആയിരുന്നു. ഇവരെ ക്രൂ പറഞ്ഞത് ഇതുവരെ കാണാത്തൊരു വിജയനാണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഡബിൾ റോൾ നല്ല കാണാൻ കൊള്ളായിരുന്നു. മോനെയാണ് ഇളയ ദളപതിയാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്? ഗോട്ട് എങ്ങനെയുണ്ട്? അടിപൊളി മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഗോട്ട് കൊള്ളാം, അടിപൊളിയുണ്ട്. 4 മണിക്ക് കയറിക്കണം. അപ്പൊ എങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ? അടിപൊളി. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ വെങ്കട് പ്രഭു ആദ്യമായിട്ട് വിജയ് വെച്ച് ഡയറക്ഷൻ ചെയ്യില്ല. ആ ഒരു ഇത് എങ്ങനെയുണ്ട്? മേക്കിംഗ് സ്റ്റൈലും കാര്യമൊക്കെ. ഗസ്റ്റ് റോള് സർപ്രൈസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൂസ് ബംസ് മൂവ്മെന്റ്സ് ആയിരുന്നോ? അടിപൊളിയായിരുന്നു. ഇവിടെ എങ്ങനെയുണ്ട്? വെങ്കട് പ്രഭുവിന്റെ പണ്ണലായിരുന്നു. എങ്ങനെയുണ്ട്? വിജയ് അണ്ണനെ വെച്ച് പണിയാ വേറെ ലെവല് പണ്ണല്ലേ അല്ലേ? എല്ലാവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വിജയ് 2024 2014 2014 പോയിക്കൊണ്ടിരിക്കും. ടൈം ട്രാവലർ മൂവിയാണ്. ടൈം ട്രാവലറിന് പക്ക പഴയ ബോംബ് വെങ്കട് പ്രഭു എണ്ണം വിജയ് വെച്ച് പണിയാ കൊള്ളാം. ബ്രോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു വെങ്കട് പ്രഭുവിന്റെ പണ്ണല് വിജയ് വെച്ചിട്ട്? എങ്ങനെയുണ്ട്? വൺഡേ വാച്ച് എങ്ങനെയുണ്ട്? വിജയ് എങ്ങനെയുണ്ട്? സിനിമ കൊള്ളാം. 4 മണിക്ക് തന്നെ സിനിമ കാണാൻ കയറുകയും ചെയ്തു. സിനിമ കൊള്ളാം. എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ലാഗുള്ള പോലെ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ എങ്ങനെ? ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും വന്ന് കാണണ്ടേ ചേട്ടാ. അല്ല അങ്ങനെയല്ല, ഓവറോൾ എങ്ങനെയുണ്ട്? വെങ്കട് പ്രഭുവിന്റെ ഒരു ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വിജയ് വെച്ചിട്ട് ആദ്യമായിട്ടൊരു മൂവിയാണ്. അപ്പൊ കഴിഞ്ഞിട്ട് ഒരു നല്ല മാസ പടമായിട്ടാ തോന്നിയത്. ഒരുപാട് ഗസ്റ്റ് റോളൊക്കെ ഉണ്ട്. ആരെന്ന് പറയണ്ട, ഒരുപാടുണ്ട്. ഒരുപാട് ഗസ്റ്റ് റോൾ ഉണ്ട്, സർപ്രൈസസ് ഉണ്ട്. എല്ലാം നല്ലതാണ്.
ഫൈറ്റും കാര്യമൊക്കെ എങ്ങനെയാണ്? സോങ്സ് കാര്യം എല്ലാം കൊള്ളാം. ഗോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വിജയ് വേറെ ലെവലായിരുന്നു. ഗോട്ട് എങ്ങനെയുണ്ട്? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ചേച്ചി ഈ പടം എങ്ങനെയുണ്ട്? വിജയണ്ണന്റെ പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? ഗോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വിജയ് എക്സ്പെക്ടേഷൻ ഉള്ള ഇത് കിട്ടിയായിരുന്നോ? കോസ്റ്റ്യൂമിൽ എന്തുകൊണ്ടാണ് അത്രയും ഇഷ്ടം? ആ ഒരു ആക്ഷൻ മറ്റേ കാണിച്ചേ ലൈൻ, ആൽവേസ് ലൈൻ ഒന്ന് കാണിച്ചു. ബ്രോ എങ്ങനെയുണ്ട്? ഗോട്ട് എങ്ങനെയുണ്ട്? എക്സ്പെക്ട് ചെയ്ത് അത്രയും വന്നിരുന്നു? എങ്ങനെയാണ്? പലരും പറഞ്ഞ എക്സ്പെക്ടേഷന്റെ അത്രയും എത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട്? വെങ്കട് പ്രഭു അണ്ണനെ വെച്ച് പണിയാ? അണ്ണ മാത്രമേ വില്ലൻ വിജയന് ഹീറോ വിജയൻ അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? വേറെ ഒന്നും പറയാനില്ല. വെങ്കട് പ്രഭു കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെങ്കട് പ്രഭു കുക്കഡ് ഫുൾ കുക്ക്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്തായിരുന്നു? എങ്ങനെയുണ്ട്? ഇല്ലായിരുന്നു. എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഓവറോൾ എങ്ങനെയുണ്ട് മൂവി? വൺ ടൈം വാച്ചാണ്. എന്താണ് പറയാ? എങ്ങനെയുണ്ട്? ഭയങ്കര എനർജറ്റിക് ആയിട്ട് പോയ ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്തൊരു വിജയനാണോ കാണാൻ പറ്റിയതില്? എങ്ങനെയുണ്ട്? ഡബിൾ റോളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വരാനുണ്ട്. പക്ഷെ അണ്ണൻ വരുമോ? ഇനി അണ്ണൻ രാഷ്ട്രീയത്തിലോട്ടൊക്കെ കയറുമല്ലേ? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? പൊളിച്ച് എന്താണ് പറയാനുള്ളത്? കൂടുതൽ എന്താണ് പറയാനുള്ളത്? വിജയണ്ണന്റെ ആരാധികയാണ്. അടിപൊളി പടം. 4 മണിക്കുള്ള ഷോയ്ക്ക് തന്നെ കയറാനുള്ളൊരു കാരണം എന്തായിരുന്നു? വെളുപ്പിനെ കാണാൻ വേണ്ടി സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെയുണ്ട് വിജയുടെ മൂവി? എങ്ങനെയുണ്ട്? ഗോട്ട് നല്ല മൂവി. എങ്ങനെയുണ്ടായിരുന്നു? ഗോട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉള്ളത്, സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒന്നും അത്ര അങ്ങോട്ട് വന്നില്ല. ആ ഒരു ബിൽഡപ്പിനനുസരിച്ചുള്ള ക്ലൈമാക്സ് വന്നില്ല. ആക്ഷനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെറൈറ്റി ഒന്നും വന്നില്ല. ഒരു വൗ ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. സാധാരണ പോലെ അങ്ങ് കഴിഞ്ഞു. സാധാരണ വിജയ് പടം പോലെ ആയിപ്പോയോ ഈ പടം? സാധാരണ വിജയ് പോലെ അങ്ങനെ ഓവറായിട്ടൊക്കെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് എക്സ്പെക്ട് ചെയ്യുമല്ലോ ഫസ്റ്റ് ഹാഫിൻ്റെ ഒക്കെ ബിൽഡപ്പ് വെച്ചിട്ട്. അതുപോലൊന്നും വന്നില്ല. ആ ഒരു അവസാനം ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ ഒരു വൗ ഫാക്ടർ ഒന്നും നമുക്ക് കിട്ടിയില്ല. സാധാ പോലെ കഴിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. ഓവറോൾ എങ്ങനെയുണ്ട്? ടെക്നിക്കൽ സൈഡ് എങ്ങനെയൊക്കെ ഉണ്ട്? ഓക്കെയാണ്, എല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. DAG ചെയ്തു. നമ്മൾ ട്രെയിലറിൽ കണ്ട അത്ര ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. കാണുന്നതിൽ ഒരുമിച്ചങ്ങ് പോയി. പക്ഷെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു വൗ ഫാക്ടർ നമുക്ക് കിട്ടുന്നില്ല. സാധാ ഒരു പടം കണ്ടെങ്കിൽ ഇതുവരെ കാണാത്തൊരു വിജയനാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തോന്നിയോ? കാര്യമായിട്ടൊന്നും തോന്നിയില്ല. സാധാരണ അണ്ണന്റെ ഒരു പടം കണ്ടോല്ലേ? സാധാരണ ഒരു വിജയപടം പോലെ അങ്ങ് പോയി. ബ്രോ എങ്ങനെയുണ്ട്? വെറുത്തന എങ്ങനെയുണ്ട്? അണ്ണന്റെ വെറുത്തന டிக்கெட் கிடைக்கல. திருச்சியிலேருந்து வந்து பார்த்துட்டு திருச்சியில் 9 AM தான். எப்படி இருக்கு? அந்த ஒரு பக்கம் இருக்கு. யார் தளபதி? இல்லாத தளபதியா ஸ்கோர் பண்ணது? தளபதி. ப்ரோ எங்கനെയുണ്ട് ப்ரோ? நல்லா இருந்துச்சு. விஜயனோட வெறுத்தனம், என்கேஜிங்கா இருந்துச்சு. அண்ணனோட வெறுத்தனம். ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் லாகா இருந்துச்சு. யார் பெஸ்ட்? தளபதியா இளைய தளபதியா? டெஃபினெட்லி இளைய தளபதி. இளைய தளபதியா டஃப் கொடுத்தது. கேமியோஸ் சர்ப்ரைஸா இருக்கு. நல்லா இருந்தது, டீசெண்டா இருந்தது. ரொம்ப எக்ஸ்பெக்ட் பண்ற அளவுக்கு சர்ப்ரைசஸ் இல்ல. ஓகேவா இருக்கு. ப்ரோ ஓவரால் மூவி எப்படி இருக்கு? இந்த ஒரு டீசென்ட் ஆக்ஷன் என்டர்டெய்னர் அவ்வளவுதான். ബ്രോ എങ്ങനെയുണ്ട് മൂവി? വിജയണ്ണം പൊളിച്ചാ? എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫൈറ്റും കാര്യമൊക്കെ എങ്ങനെയുണ്ട്?